ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, സൗണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, റിയർ വെട്ടൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സൈഡ് കവറിൻ്റെ എംബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞ മെക്കനൈസ് പറഞ്ഞിട്ടുണ്ട്, സ്പീഡോമീറ്റർ ചെക്കപ്പ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അത്രയാണ് പറഞ്ഞാണ് വർക്ക്. മീറ്ററിനകത്ത് റീഡിംഗ് ആയിട്ട് കാണിച്ചാണത് 14,058, അതായത് 140/58. അതാണ് അതിൻ്റെ മീറ്റർ റീഡിങ് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സൗണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രോബ്ലം ചെയിൻ്റെ സൗണ്ടാണ്. ചെയിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ ബാക്ക് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് കോൺസെറ്റ് അടിക്കുന്ന സൗണ്ടും ഉണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് സൗണ്ട് തോന്നണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്. കുറച്ചും കൂടി ഉപയോഗിച്ച് തീരാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസും കൂടിയും ഇത് ഈ ലൈനറിന് യൂസ് ചെയ്യാം. അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ബാക്ക് സൈഡിൽ നിന്ന് വെട്ടൽ പറഞ്ഞേക്കുന്നത് ടയറിൻ്റെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മോഡൽ ടയർ ഇട്ടാണ് എൻ്റെ വെട്ടലാണ് കാണിക്കുന്നത് കേട്ടോ. അത് പരമാവധി ഉപയോഗിച്ച് തീർക്കുക. അതിന് ശേഷം മാറ്റിയിടുമ്പോൾ സാധാരണ നൈലോണിൻ്റെ ടയർ, നൈലോൺ കട്ട മേടിച്ചിടാം. MRF CT ഏതായാലും യൂസ് ചെയ്യുക. ഈ പാറ്റേൺ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇത് TVSൻ്റെ ആയിരിക്കും. TVSൻ്റെ ഓൾറെഡി കംപ്ലൈൻ്റ് ഉള്ള മോഡലാണ്. പാളൽ വണ്ടി നല്ല ഇതിൽ പോകുമ്പോൾ വണ്ടി പാളൽ കാണിക്കുന്നത് ടയറിൻ്റെ ആണ് കേട്ടോ. അത് മാറ്റാതെ കൊണ്ട് വേറെ മാർഗ്ഗമില്ല. അത് പരമാവധി ഉപയോഗിച്ചതിന് ശേഷം മാറ്റിക്കളയാം. വീൽ ഹബിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ചെയിൻ നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ലൂസ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ചെയിൻ്റെ ഈ ബാക്ക് സൈഡൊന്നും കൃത്യമായിട്ട് പിടിക്കുന്നില്ല. അപ്പോൾ ചെയിൻ തേമാനം വന്നതാണ്. ചെയിൻ ശരിക്കും വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് ശരിക്കും മാറ്റിയിടുക. അതാണ് നമുക്ക് അതിനകത്തൊരു പോംവഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരല്പം കുറയും. പക്ഷേ 100% ക്ലിയർ ആവില്ല. കുറേ കഴിയുമ്പോൾ വീണ്ടും സൗണ്ട് വരും. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞ കാര്യം ചെയിൻ വലിക്കാനുണ്ട്, കുറച്ചുകൂടി വലിച്ചിടാനുണ്ട്, ഒരു സ്റ്റെപ്പ് കൂടി വലിച്ചിടാനുണ്ട്. പക്ഷേ ചെയിൻ്റെ ബാക്ക് സൈഡൊക്കെ ഈ ഒരു അവസ്ഥയായതുകൊണ്ട് സൗണ്ട് കറക്റ്റ് ആവില്ല. പിന്നീട് റിപ്പീറ്റ് കാണിക്കും. പിന്നെ എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ E20 പെട്രോളിൻ്റെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് കാണുന്നില്ല. സാധാരണ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, മിസ്സിങ്, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വണ്ടി നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കാർബറേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. കാർബറേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. കൂടുതൽ സമയങ്ങളിലൊക്കെ വെക്കുന്ന സമയത്ത് പെട്രോൾ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ് എല്ലാ വണ്ടികളുടെയും. കാർബറേറ്റർ മോഡൽ വണ്ടികളുടെ കാർബറേറ്റർ കംപ്ലയിൻ്റ് ആയിട്ട് പെട്രോൾ താഴേക്ക് ഓവർഫ്ലോ പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് നിലവിൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. കാരണം E20 പെട്രോളിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് മൂലമാണ് ആ പ്രോബ്ലം വരാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ക്ലച്ച് കേബിൾ ഇച്ചിരി വലിച്ചിൽ വന്നിട്ടുണ്ട്. ക്ലച്ച് കേബിൾ നമുക്ക് മാറ്റിയിടണം. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യണില്ല. മീറ്റർ കേബിളിൻ്റെ അല്ല, വീലിൻ്റെ ഉള്ളിലുള്ള ക്രൗണ് പിന്നീടാണ് കംപ്ലയിൻറ്റ്. അതഴിച്ച് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. ശരിക്കും എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗും കൂടി മാറ്റിയിടണം. അതാണ് അതിൻ്റെ ശരിക്കും കോമ്പിനേഷൻ. കാരണം അതിനെ മാറ്റുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് കാണിച്ചേക്കാം. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒന്നും നിലവിലില്ല. പക്ഷെ എന്നാൽ പോലും എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റി പോകുന്നതാണ് ബെറ്റർ. പിന്നെ അതേപോലെ ക്ലച്ച് കേബിളിൻ്റെ പറഞ്ഞാൽ നമുക്ക് ഈ ക്ലച്ച് ക്യാമിൻ്റെ ഇവിടുത്തെ സ്പ്രിങ്ങും പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ സൈഡ് കവറിൻ്റെ എംബ്ലം ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. ഞാൻ പുറമെ ഷോപ്പിൽ കിട്ടുമെന്ന് നോക്കാം. കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം കേട്ടോ. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആകും തീരുമ്പോഴത്തേക്കും. വർക്ക് കംപ്ലീറ്റ് ആവണതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ കാർബറേറ്ററിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. പെട്രോൾ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സമയം വണ്ടി വെക്കുമ്പോൾ. പിന്നെ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 2-3-4 ദിവസമൊക്കെ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരും കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ.